ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഈ വർഷം ജൂലൈ 1 പ്രാബല്യത്തിൽ വരും. കേന്ദ്രം വിജ്ഞാപനം പുറത്തിറക്കി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ 110ാം പതിപ്പ് നാളെ. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച മൈക്രോബയോളജി ലാബുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭക്തിസാന്ദ്രമായി അനന്തപുരി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ഒരുക്കങ്ങൾ പൂർണ്ണം. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഇന്ത്യ 7 വിക്കറ്റിന് 219 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. നാളെ രാവിലെ ദ്വാരക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അദ്ദേഹം ദ്വാരകയിൽ 4150 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ബേഡ് ദ്വാരകയെയും ഓഖ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. രാജ്കോട്ടിൽ നടക്കുന്ന ചടങ്ങിൽ 48,100 കോടിയിലേറെ രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്കോട്ട്, ബന്ദിത, റായ്ബറേലി, കല്യാണി, മംഗളഗിരി എന്നിവിടങ്ങളിലെ 5 എയിംസ് ആശുപത്രികളും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹകരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലായിരുന്നു ചടങ്ങ്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിലെ 11 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ നടപ്പാക്കുന്ന സഹകരണ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ സംരംഭത്തിന് കീഴിൽ സംഭരണശാലകളുടെയും മറ്റ് കാർഷിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും നിർമ്മാണത്തിനായി രാജ്യത്തുടനീളം 500 PACSകൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. നബാർഡിന്റെയും ദേശീയ സഹകരണ വികസന കോർപ്പറേഷന്റെയും സഹകരണത്തോടെ സംഭരണശാലകളെ ഭക്ഷ്യധാന്യ വിതരണ ശൃംഖലയുമായി സംയോജിപ്പിക്കാനും സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സഹകരണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ചെറുകിട നാമമാത്ര കർഷകർക്ക് കരുത്തേകാനും ലക്ഷ്യമിട്ടുള്ള സഹകാർ സെ സമൃദ്ധി എന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായി രാജ്യത്തുടനീളമുള്ള 18,000 PACSകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. കാർഷിക മേഖലയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ആയിരക്കണക്കിന് സംഭരണശാലകൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും ശ്രീ മോദി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് നാളെ. പരിപാടിയിൽ പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും രാവിലെ 11 മണിക്ക് മൻ കി ബാത്ത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക പരിഭാഷകളും ഉണ്ടാവും. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ അധീനിയം എന്നിവയാണ് ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിലാവുക. ഇന്ന് പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 3 ക്രിമിനൽ ജസ്റ്റിസ് ബില്ലുകൾ പാർലമെന്റ് പാസാക്കിയിരുന്നു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023, ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അധീനിയം 2023 എന്നിവ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, 1898 ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായാണ് നിലവിൽ വരുന്നത്. 2028-29 വർഷത്തോടെ പ്രതിരോധ മേഖലയിൽ 50,000 കോടി രൂപയുടെ കയറ്റുമതി എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇതേ കാലയളവിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 3 ലക്ഷം കോടി രൂപയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ക്വാഡ് സ്റ്റെം ഫെലോഷിപ്പിന്റെ 2ാം ഘട്ടം ആസിയാൻ അംഗരാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ.
വരും തലമുറയിലെ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും തമ്മിലുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് സ്ക്വാഡ് ഫെലോഷിപ്പ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവയുടെ ഒത്തുചേരൽ ഒരു ബഹുധ്രുവ ക്രമത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നു, വളരാനും സംഭാവന ചെയ്യാനുമാണ് ക്വാഡ് നിലകൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇന്ന് ചെന്നൈയിൽ പൂർത്തിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ യോഗം വിലയിരുത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ എന്നിവർ നേതൃത്വം നൽകിയ യോഗത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ജില്ലാ കളക്ടർമാരും ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വോട്ടർമാരോട് സമ്മതിദാനാവകാശം മികച്ച രീതിയിൽ വിനിയോഗിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. ഇലക്ടറൽ ബോണ്ടുകളുടെ സുതാര്യത കമ്മീഷൻ ഉറപ്പാക്കുമെന്നും ശ്രീ രാജീവ് കുമാർ വ്യക്തമാക്കി. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള മൈക്രോബയോളജി ലാബുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും. കാക്കനാട് അനലിറ്റിക്കൽ ലബോറട്ടറിയിലും കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലുമാണ് മൈക്രോബയോളജി ലാബുകൾ ഒരുക്കിയിട്ടുള്ളത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സെൻട്രൽ സെക്ടർ പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ രാജ്യത്തെ ഭക്ഷ്യ പരിശോധന ലാബുകളുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ലാബുകൾ സജ്ജമാക്കിയത്. കേരളത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ 203.9 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സബ്സിഡിയായി 195.36 കോടി രൂപയും കൈകാര്യ ചെലവുകൾക്കായി 8.54 കോടി രൂപയുമാണ് അനുവദിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. തിരുവനന്തപുരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 10:30 അടുപ്പ് വെട്ട് ചടങ്ങ് നടക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാവും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. ഭക്തർ പൊങ്കാല അർപ്പിക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങി. പൊങ്കാല അടുപ്പുകൾക്കുള്ള ക്രമീകരണങ്ങളുമായി നഗരത്തിലെ നിരത്തുകൾ സജീവമാണ്. സുരക്ഷയൊരുക്കാൻ ക്ഷേത്രത്തിലും നഗരത്തിലുമായി 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ നാളെ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജ്ജമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ഉയർന്ന ചൂട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മതിയായ പരിചരണവും ചികിത്സയും നൽകാനായി 4 ഹീറ്റ് ക്ലിനിക്കുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി, ഫോർട്ട് താലൂക്ക് ആശുപത്രി, ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രം, ചാല അർബൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം മത്സരം അവസാനിച്ചപ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 353 റൺസിനൊപ്പമെത്താൻ ഇന്ത്യയ്ക്ക് ഇനി 134 റൺസ് കൂടി വേണം. ഇന്ത്യയ്ക്ക് വേണ്ടി 73 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാൾ മറ്റൊരു നാഴികക്കല്ലുകൂടി സ്വന്തമാക്കി. ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ടെസ്റ്റ് പരമ്പരയിൽ 600-ൽ അധികം റൺസ് നേടുന്ന 5ാമത്തെ താരമെന്ന നേട്ടമാണ് യശസ്വി സ്വന്തമാക്കിയത്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് UP വാരിയേഴ്സിനെ നേരിടുന്നു. ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ UP വാരിയേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ബാറ്റിംഗിന് അയച്ചു. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യത. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഈ വർഷം ജൂലൈ 1 പ്രാബല്യത്തിൽ വരും. കേന്ദ്രം വിജ്ഞാപനം പുറത്തിറക്കി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ 110ാം പതിപ്പ് നാളെ. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച മൈക്രോബയോളജി ലാബുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭക്തിസാന്ദ്രമായി അനന്തപുരി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ഒരുക്കങ്ങൾ പൂർണ്ണം. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഇന്ത്യ 7 വിക്കറ്റിന് 219 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.